നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ തലയിലൊരു കിടിലൻ ഐഡിയ ഉണ്ടോ? അതിനെ വെറുമൊരു ഐഡിയയായി നിർത്താതെ പണം കൊണ്ടുതരുന്ന ഒന്നാക്കി മാറ്റുന്നതെങ്ങനെ? അതാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. സങ്കീർണമായ വിഷയങ്ങൾ ലളിതമായി മനസ്സിലാക്കാം. നമുക്ക് തുടങ്ങാം. അതെ, ഒരു പുതിയ ആശയം മനസ്സിലുള്ള ഏതൊരാളും ചിന്തിക്കുന്ന കാര്യമാണിത്. ഒരുപക്ഷേ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. എന്നാൽ അതിനെ വെറുമൊരു ചിന്തയിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമായ മൂല്യമുള്ള ഒന്നാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? അതിനുള്ളൊരു വഴിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന IP പൈപ്പ്ലൈൻ. IP പൈപ്പ്ലൈൻ എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട. ഇത് വലിയ നിയമക്കുരുക്കൊന്നുമല്ല. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങളുടെ ഐഡിയകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിൽ നിന്ന് വരുമാനമുണ്ടാക്കാനുമുള്ള ഒരു കൃത്യമായ വഴികാട്ടിയാണിത്. ശരി, നമുക്കിതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ മറ്റാരും കോപ്പിയടിക്കുന്നില്ല എന്നുറപ്പാക്കാം. പിന്നെ മാർക്കറ്റിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കാൻ പറ്റും. ഏറ്റവും രസകരമെന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആശയം മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുത്ത്, അതായത് ലൈസൻസ് ചെയ്ത്, അതിൽ നിന്നും ഒരു വരുമാനമുണ്ടാക്കാം. അപ്പോൾ ഒരാശയം എങ്ങനെയാണ് ഒരു വിലയേറിയ ആസ്തിയായി മാറുന്നത്? നമുക്ക് ഈ പൈപ്പ്ലൈനിലൂടെ ഒന്ന് കയറി നോക്കിയാലോ? ഒരു ചെറിയ തീപ്പൊരിയിൽ നിന്ന് തുടങ്ങി എങ്ങനെയാണ് അതൊരു വലിയ ആസ്തിയായി മാറുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണാം. ഇവിടെ നോക്കൂ, ഇതാണ് ആ യാത്ര. ആദ്യം നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ വരുന്നു, അതാണ് ഐഡിയേഷൻ. പിന്നെ ആ ഐഡിയ കൊള്ളാമോ, മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ നോക്കും, അതാണ് ഇവാലുവേഷൻ. ഓക്കെ ആണെന്ന് കണ്ടാൽ പേറ്റന്റിനായി അപേക്ഷ കൊടുക്കും, ഫയലിംഗ്. പിന്നെ ഗവൺമെന്റ് ഓഫീസിലെ പരിശോധനകളാണ് എക്സാമിനേഷൻ. എല്ലാം കഴിഞ്ഞ് നമുക്ക് അനുമതി കിട്ടും, ഗ്രാന്റ്. കിട്ടിയാൽ മാത്രം പോരല്ലോ, അത് നിലനിർത്താൻ നമ്മൾ ഇടയ്ക്കിടെ ഫീസ് അടയ്ക്കണം, അതാണ് മെയിൻ്റനൻസ്. കണ്ടില്ലേ, ഒരു കൃത്യമായ ഒഴുക്കുണ്ടിതിന്. അപ്പോൾ നമ്മുടെ ഐഡിയ സംരക്ഷിക്കാൻ പേറ്റന്റ് മാത്രം മതിയോ? പോരാ. ഒരു ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് വേറെയും ചില കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഇതിനെ ഒരു ടൂൾ ബോക്സ് പോലെ സങ്കല്പിക്കാം. ഓരോ ടൂളിനും ഓരോ ഉപയോഗമുണ്ട്. ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ അതിലെ പുതിയ ടെക്നോളജി സംരക്ഷിക്കാൻ പേറ്റന്റ് വേണം. ആ ഫോണിന്റെ പേര്, ഇപ്പോൾ ഐഫോൺ എന്ന പേര്, അത് സംരക്ഷിക്കാൻ ട്രേഡ് മാർക്ക് വേണം. ഫോണിന്റെ സോഫ്റ്റ്വെയർ കോഡ് അല്ലെങ്കിൽ അതിന്റെ യൂസർ ഇന്റർഫേസ് ഡിസൈൻ, അതൊക്കെ സംരക്ഷിക്കാൻ കോപ്പിറൈറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു സമ്പൂർണ്ണ സംരക്ഷണം കിട്ടുന്നത്, അല്ലേ? ഇനി നമ്മൾ എടുക്കേണ്ട ഒരു വലിയ തീരുമാനമുണ്ട്. നമ്മുടെ കണ്ടുപിടുത്തം പേറ്റന്റ് എടുത്ത് എല്ലാവരെയും അറിയിച്ച് ഒരു 20 വർഷത്തേക്ക് അതിന്റെ അവകാശം സ്വന്തമാക്കണോ? അതോ അതിനൊരു വ്യാപാര രഹസ്യമായി, ഒരു ട്രേഡ് സീക്രട്ടായി എന്നേക്കുമായി ഒളിപ്പിച്ചു വെക്കണോ? ഏറ്റവും നല്ല ഉദാഹരണമാണ് കൊക്കക്കോളയുടെ ഫോർമുല. അതൊരു ട്രേഡ് സീക്രട്ടാണ്. അതുകൊണ്ടാണ് 100 വർഷം കഴിഞ്ഞിട്ടും ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. ഓക്കെ, നിങ്ങളുടെ ഐഡിയ ലോകം മുഴുവൻ എത്തിക്കാനാണോ പ്ലാൻ? എങ്കിലൊരു കാര്യം ഓർക്കണം. ഇന്ത്യയിൽ കിട്ടിയ പേറ്റന്റ് അമേരിക്കയിലോ യൂറോപ്പിലോ വിലപ്പോവില്ല. ഓരോ രാജ്യത്തും അതിൻ്റേതായ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആ രാജ്യങ്ങളിലെല്ലാം നമ്മുടെ ഐഡിയയ്ക്ക് സംരക്ഷണം ഉറപ്പാക്കണം. ഇതിനെയാണ് ജിയോഗ്രാഫിക് കവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ ഐഡിയയെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്തു വെച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഇതിൽ നിന്ന് എങ്ങനെ വരുമാനമുണ്ടാക്കാം? കാരണം ഇത് വെറുമൊരു പ്രതിരോധം മാത്രമല്ല, ഇതിലൂടെ നമുക്ക് പണം സമ്പാദിക്കാനും കഴിയും. അതെങ്ങനെയെന്ന് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ കണ്ടുപിടുത്തം ഉപയോഗിക്കാൻ മറ്റുള്ളവർ നിങ്ങൾക്ക് പണം തരുന്നൊരവസ്ഥ. അതാണ് ലൈസൻസിംഗ്. ഇങ്ങനെ കിട്ടുന്ന വരുമാനത്തെയാണ് റോയൽറ്റി എന്ന് പറയുന്നത്. ഇത് ശരിക്കും വലിയൊരു വരുമാനമാർഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. പക്ഷേ സംഭവം പണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഒരു ശക്തമായ IP പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കമ്പനിയുടെയോ ബ്രാൻഡിന്റെയോ വിശ്വാസ്യത കൂട്ടും. മാർക്കറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു വിലയും സ്ഥാനവും കിട്ടും. ഇതിലെ ഏറ്റവും കിടിലൻ ഭാഗം എന്താണെന്നറിയോ? ഒരു നല്ല പൈപ്പ്ലൈൻ ഉണ്ടെങ്കിൽ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. എന്നിട്ട് അതിനെ നേരിടാൻ തയ്യാറായിരിക്കാം. ഉദാഹരണത്തിന്, ആരെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കിയാൽ എന്തു ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഐഡിയ മോഷ്ടിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ നിയമപരമായി നേരിടണം എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു വെക്കും. അപ്പോൾ ഒരു പൈപ്പ്ലൈൻ ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതിയോ? പോരാ. ശരിക്കും വിജയിച്ച ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവർ അതിനെ നിരന്തരം നിരീക്ഷിക്കുകയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി മെച്ചപ്പെടുത്തുകയും ചെയ്യും. അതൊരു തുടർ പ്രക്രിയയാണ്. അപ്പോൾ നമ്മുടെ ഈ പൈപ്പ്ലൈൻ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയും? അതിനാണ് നമ്മൾ KPIs, അതായത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. പേര് കേട്ട് പേടിക്കേണ്ട. സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് അളക്കാനുള്ള ചില സൂചകങ്ങൾ, അത്രയുള്ളൂ. ദേ, ഈ ചാർട്ടിലേക്ക് ഒന്ന് നോക്കൂ. ഒരു സിമ്പിൾ ഉദാഹരണമാണിത്. ഈ വർഷം 15 പേറ്റന്റുകൾ ഫയൽ ചെയ്യാനായിരുന്നു നമ്മുടെ ടാർഗറ്റ്. പക്ഷേ നമുക്ക് 11 നേടാനായുള്ളൂ. ഇതുപോലുള്ള ലളിതമായ കണക്കുകൾ വെച്ച് നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ ലക്ഷ്യം നേടുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാം. ഇനി ഇതെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഒരു സിസ്റ്റം വേണം, അല്ലേ? അതിനായി ഒരു ടീമിനെ ചുമതലപ്പെടുത്താം, ഒരു IP കമ്മിറ്റി പോലെ.
അവർ കൃത്യമായ ഇടവേളകളിൽ, ചിലപ്പോൾ 3 മാസം കൂടുമ്പോഴോ മറ്റോ, പുരോഗതി വിലയിരുത്തണം. കമ്പനിയുടെ വലിയ ലക്ഷ്യങ്ങളുമായി നമ്മുടെ ഈ IP പ്ലാൻ ചേർന്നു പോകുന്നുണ്ടോ എന്നും പരിശോധിക്കണം. അവസാനം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഈ കാണുന്ന സിസ്റ്റം മൊത്തത്തിൽ എന്റെ കണ്ടുപിടുത്തങ്ങളെ സംരക്ഷിക്കുന്നുണ്ടോ? അതിൽ നിന്ന് വരുമാനമുണ്ടാക്കാൻ എന്നെ സഹായിക്കുന്നുണ്ടോ? ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം യെസ് എന്നാണെങ്കിൽ നിങ്ങൾ ശരിയായ ട്രാക്കിലാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്, നിങ്ങളുടെ സ്വന്തം ആശയത്തെ ഒരു വിലയേറിയ ആസ്തിയാക്കി മാറ്റാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? നിങ്ങളുടെ ഐഡിയ ചെറുതായാലും വലുതായാലും അതിനെ സംരക്ഷിക്കാനുള്ള നിങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ.